പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഇന്നും ഞങ്ങൾ കണ്ടു പുരുഷന്മാർ ബിൽഡിങ്ങിൻ്റെ പുറത്ത് പുറകിൽ പോയി എന്നിട്ട് പൊട്ടിക്കരയുന്നു. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മളുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ എങ്ങനെയായിരിക്കും? പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലറും കൂടിയാണ്. അപ്പോൾ അവരുടെ വിഷമങ്ങൾ, യഥാർത്ഥ വിഷമം തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് ഞങ്ങൾ 3 ദിവസമായി കാണുന്ന ഒരു സ്ത്രീമുഖമാണ് മറിയാമ്മ ചേച്ചി. ചേച്ചി തിരുവമ്പാടി സ്വദേശിയാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നിന്ന് വരുന്ന ചേച്ചി വർഷങ്ങളായി ആംബുലൻസ് ഡ്രൈവറാണ്. എത്ര നാളായി ഇങ്ങനെ ആംബുലൻസിൽ ഡ്രൈവറായി? 14 വർഷമായി ചെയ്യുന്നത്. തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിന്റെ കീഴിൽ പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിന്റെ വളണ്ടിയറും ആംബുലൻസ് ഡ്രൈവറുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഉരുൾപൊട്ടൽ അറിഞ്ഞ് എങ്ങനെയാ ഈ ഭാഗത്തേക്ക് എത്താൻ? ഞങ്ങളുടെ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ഗ്രൂപ്പുണ്ട്. ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ ഗ്രൂപ്പാണ്. അതിൽ കൂടി ഞങ്ങൾ അറിഞ്ഞു. 3 ദിവസം ഇവിടെ ഉണ്ട്. താമസം ഇവിടെ അടുത്ത് കൽപ്പറ്റ താമസിക്കുന്നു. സ്ഥലത്തെത്തിയ ശേഷം പിന്നീട് ഇതേപോലെ അപകടത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ കൊണ്ടുപോയി ഇവിടത്തേക്കാൾ വേദനിപ്പിക്കുന്നത് അവിടെ ആശുപത്രിയിൽ ആൾക്കാർ ഓരോ ബോഡി വരുമ്പോഴേക്കും അവരുടെ അലമുറയിടലും പിന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ പോയി അവർ സങ്കടത്തോടെ തിരിച്ചു വരുന്നതും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഇന്നും ഞങ്ങൾ കണ്ടു പുരുഷന്മാർ ബിൽഡിങ്ങിൻ്റെ പുറത്ത് പുറകിൽ പോയി എന്നിട്ട് പൊട്ടിക്കരയുന്നു. എന്നിട്ട് ചിലർ പറയുന്നു, ഒരാൾ കരയും. അവർ പറയുന്ന അവരുടെ മകളെ കല്യാണം കഴിച്ച ഇങ്ങോട്ടാണ്. അവർ 11 പേരുണ്ടായിരുന്നു വീട്ടിൽ. അതിൽ 5 പേരുടെ ബോഡി കിട്ടി. ഇനി അവരുടെ മകളടക്കം 6 പേരെ ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ ഓരോ ബോഡി വരുമ്പോഴും അവരുടെ ആണോ തിരയാണ് അദ്ദേഹം. പിന്നെ അവരുടെ തൊട്ടടുത്ത വീട്ടിൽ അവിടെ തന്നെ ആ മരിച്ച 11 പേരുള്ള വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ 15 പേരുണ്ടായിരുന്നു. 15 പേരുടെയും ഒഴുകിപ്പോയിട്ടുണ്ട്. അവരുടെ വീടും കാണാനില്ല. അങ്ങനത്തെ ഇതിനേക്കാളും ഇവിടെ നമ്മൾ ബോഡികൾ എടുക്കുന്നു, പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നു. ചിലപ്പം തലയായിരിക്കും, അങ്ങനെ ശരീരഭാഗങ്ങളായിരിക്കും കിട്ടുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പം ഓരോരുത്തരും നമുക്ക് കാണാം ആ ആശുപത്രിയുടെ ചുറ്റിലും ഓരോരുത്തർ മഴക്കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും വ്യസനിച്ചിരിക്കുന്നതും കാണാം. അപ്പോൾ അവരുടെ ഉള്ളിലൊക്കെ ഭയങ്കര സങ്കടത്തിൻ്റെ കടലാണ്. ഓരോ ബോഡി വരുമ്പോഴും അത് അവരുടെയാണോ, ബോഡിയല്ല ശരീരഭാഗങ്ങൾ പോലും. അപ്പോൾ അവിടെ നമുക്കറിയാം ആശുപത്രിയുടെ 2 സൈഡിൽ എഴുതിയിട്ടുണ്ട് ഓരോ സ്ഥലത്തുനിന്നും കിട്ടിയ ബോഡികളുടെ എണ്ണം. സ്ത്രീകൾ ഇത്ര, പുരുഷന്മാർ ഇത്ര, ആൺകുട്ടികൾ ഇത്ര, പെൺകുട്ടികൾ ഇത്ര. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചതെന്ന് പറഞ്ഞിട്ട്. ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്ന 113 പേരുടെ, അതിപ്പം 113 പേരായിട്ടായിരിക്കും കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ഇവിടത്തേക്കാൾ കൂടുതൽ അവിടെ ഈ ബോഡികൾ, ഈ ശരീരഭാഗങ്ങൾ എണ്ണി ആ ബോർഡ് കാണുമ്പം ആൾക്കാർക്ക് തോന്നുന്നത് അവരുടെ പ്രിയപ്പെട്ടവരാണോ, അവരുടെ കുടുംബാംഗങ്ങളാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, മക്കളാണോ, മാതാപിതാക്കളാണോ എന്നുള്ളതൊരു അത് നമുക്ക് അവരോട് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മളുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇന്ന് ഉച്ചവരെ ഞങ്ങൾ അവിടെയായിരുന്നു, CHCയിലായിരുന്നു. അപ്പം അവിടുന്ന് കണ്ട കാഴ്ചകളാണ്. ഞങ്ങൾ നിരവധി തവണ കണ്ടു ചേച്ചി ഇങ്ങനെ ആളുകളെയുമായിട്ട് ആംബുലൻസുമായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത്രയ്ക്ക് ധൈര്യം, മനോധൈര്യം എങ്ങനെയാണ് അത് ആർജിച്ചത്? നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ ഒന്ന് മനുഷ്യത്വം. ഇപ്പോൾ അവരുടെ സ്ഥാനത്ത് എൻ്റെ സഹോദരനോ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ എൻ്റെ മാതാപിതാക്കളോ ആണെങ്കിൽ ഞാൻ മടിച്ചു മാറി നിൽക്കില്ലല്ലോ. അപ്പോൾ അത് നമ്മളുടെ ആ ഇതാണ്. അന്നേരം നമ്മൾക്കൊരു ധൈര്യം വരും. പിന്നെ അവരുടെ സ്ഥാനത്ത് എൻ്റെ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ ആണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തിരിക്കും. പിന്നെ 14 വർഷത്തെ നമ്മളുടെ ഒരു പരിചയമുണ്ട്. ആളുകളെ കണ്ടും പ്രത്യേകിച്ചും പാലിയേറ്റീവ് രോഗികളെ കണ്ട് അവരുടെ വിഷമങ്ങൾ കണ്ട് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ നമ്മൾക്ക് കിട്ടിയൊരു ശീലമാണ്. 14 വർഷമായി. പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലറും കൂടിയാണ്. അപ്പോൾ അവരുടെ വിഷമങ്ങൾ, യഥാർത്ഥ വിഷമം തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. കേരളം ഒന്നാകെ വയനാടിനെ ചേർത്ത് പിടിക്കുമ്പോഴും ഇനിയൊരു പ്രാർത്ഥന മാത്രമാണ്, വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകരുതേ എന്ന്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.